ഹലോ സന്ധ്യ മാഡം, വെൽക്കം ടു VMC മലയാളമ്മ. മാഡം ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് മാഡത്തിനുണ്ടായേ? ഞാൻ 8 മാസം വർക്ക് പറയൂട്ടാ. ഇത് എന്റെ പേര് സന്ധ്യ. ഡയാലിസിസ് ചെയ്തിട്ട് 12 വർഷമായി. ഡയാലിസിസ് അല്ലേ? ഇതിൽ വന്ന് VMC വന്നിട്ട് 8 മാസേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു തന്നിട്ടാണ്. ആദ്യം ഞാൻ മൈൻഡാക്കാറില്ല. പിന്നെ 4 മാസമായി അവർ പറയുന്നു. ഞാൻ പിന്നെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഞാൻ വെച്ച് ഫോണും കൊണ്ട് അവരെ വീട്ടിലേക്ക് പോയി. അവരെല്ലാം കാണിച്ചു തന്നു ഇതെങ്ങനെ ചെയ്യണ്ടേ, ധ്യാനം ചെയ്യണ്ടേ. ബാബു എന്ന് പറഞ്ഞ ആള്, സുരേഷ് ബാബു, അവരെനിക്ക് കാണിച്ചു തന്നു. മോളിത് ചെയ്യണം നല്ലതാന്ന് പറഞ്ഞ. ഒരു ദിവസം ഞാൻ ഇരുന്ന് നോക്കി 15 മിനിറ്റ്, പറ്റുന്നില്ല. ഷോൾഡർ വേദന എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സീമ മേഡത്തിന്റെ കുറെ ക്ലാസ് ഞാൻ കേട്ട് അവർ പറയുന്നുണ്ടല്ലോ HL എല്ലാം ഉണ്ടാവും, അത് നമ്മൾ സഹിക്കണം എന്നിട്ട് ഞാൻ കുറെ പ്രാവശ്യം ഇങ്ങനെ സഹിച്ചിരുന്നു. പിറ്റേന്ന് ഇതേപോലെ ഇരുന്ന് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, സഹിച്ചിരിക്കാം, മനസ്സിൽ തോന്നി. അങ്ങനെ ഇരുന്നു ഞാൻ ഒരു അരമണിക്കൂർ അന്നും ഇരുന്ന്. അങ്ങനെ മൂന്നാമത്തെ ദിവസമായി. ആ മൂന്നാമത്തെ ദിവസം ഞാൻ ഇരുന്നു. അങ്ങനെ കണ്ടിന്യൂ അങ്ങനെ ഇരുന്നിരുന്നപ്പോൾ എനിക്ക് ശരിയായി. ഷോൾഡർ വേന എല്ലാം കുറയുന്നുണ്ട്. ഈ ബാക്ക് പെയിന് എല്ലാം, കാല് വേന എല്ലാം കുറഞ്ഞു, തലവേന കുറഞ്ഞു, എല്ലാം കുറഞ്ഞു. അങ്ങനെ എനിക്ക് ഈ ശ്വാസം മുട്ടലുണ്ടായിരുന്നു. വെറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും എന്നെ. അപ്പോ ശ്വാസം മുട്ടൽ ഈ വെള്ളം കുടിച്ച് ഞങ്ങൾക്ക് ഡയാലിസിസ് വെള്ളം കുടിക്കാൻ പാടില്ല. ഡയാലിസിസ് കിഡ്നി ഫെയിലാണ്. കല്ല് ഇതായിട്ടാണ് 2 കിഡ്നി ഫെയിലായത്. അപ്പൊ അതേപോലെ എന്റെ അനിയത്തിക്കും പെട്ടെന്നായതാണ്. ശ്വാസം മുട്ടല് എപ്പോ മുതലുണ്ടായി? ശ്വാസം മുട്ടൽ ധ്യാനം ചെയ്യുന്ന മുമ്പേ ശ്വാസം മുട്ടൽ കൊണ്ട് വെറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. അപ്പൊ ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലെൻസിലേക്ക് വെള്ളം കയറും. ഞങ്ങളെ വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം നമുക്ക് കുറച്ച് കുടിക്കാൻ പാടുള്ളൂ. ഒരു ദിവസം 2 കിലോ അങ്ങനെയല്ലേ കൂടാൻ പാടുള്ളൂ. ചെയ്യുമ്പോ 3ന്റെ അങ്ങോട്ട് പോയാൽ ഞങ്ങൾക്ക് ശ്വാസം മുട്ടൽ കൂടും. 3 ലിറ്റർ കുടിക്കാൻ പാടില്ല. കുറേ നീളം വലിച്ചു വാരി കുടിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ലെൻസിൽ വെള്ളം കയറുമ്പോ ശ്വാസം മുട്ടൽ വരും, ഹാർട്ടിന് പ്രോബ്ലം വരും. അങ്ങനെ കുറെ എനിക്ക് അനുഭവം ഇതുണ്ടായിരുന്നു. അങ്ങനെ എന്നോട് ഇവർ പറഞ്ഞ ശേഷം ഞാൻ ചെയ്തു നോക്കി. ചുമ വന്ന് ഞാൻ ഉറങ്ങലില്ല. രാത്രി ചുമച്ച് കാവും തുപ്പി രാവിലെ ഞാൻ ഉറങ്ങാൻ പറ്റുന്നില്ല. ധ്യാനത്തിന് മുമ്പേ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇരുന്നിട്ടെല്ലാം ഉറങ്ങിയ ദിവസമുണ്ട് ഞാൻ ഈ ധ്യാനത്തിന് മുമ്പേ. ഞാൻ ഡോക്ടറെ കാണിച്ച് കുറെ മരുന്ന് കുടിച്ചിന്, അതിന്റെ ഒന്നും മാറുന്നില്ല. ഈ ധ്യാനം ചെയ്ത ശേഷം എനിക്ക് ഒരാഴ്ച കൊണ്ട് എനിക്ക് ചുമ എവിടെ പോയിന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. ശ്വാസം മുട്ടലും ഇല്ല. ശ്വാസം മുട്ടലും അല്ലെങ്കിൽ കൂടുതൽ വെള്ളം കുടിച്ചാലും ധ്യാനം ചെയ്യുമ്പോൾ കാല് മസിൽ പിടിക്കും ഒന്നുമില്ല. ഈ ധ്യാനം ചെയ്ത ശേഷം അതിനു മുമ്പേ കാല് മസിൽ പിടിക്കും, തലവേദന, വിപ്രഷൻ എല്ലാം ഉണ്ടാവും. ഇപ്പൊ ഞാന് അനിയത്തിനോട് പറഞ്ഞു, ഞാൻ എത്ര വെള്ളം കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഷുഗർ കുറഞ്ഞില്ല, ഒന്നും ആകുന്നില്ല. ധ്യാനം ചെയ്ത ശേഷം. ചെയ്യുന്ന മുമ്പ് എനിക്ക് ഇതെല്ലാം വരും, തലവേദന വരും, കുറച്ച് BP കൂടും. ഇപ്പൊ BP എല്ലാം നോർമലാ. ഗുളിക ഞാൻ 2 നേരം 1 നേരമാക്കി നോക്കി. ഞാൻ ചെയ്ത് നോക്കി. അങ്ങനെ ഞാൻ രാവിലെ കഴിക്കൂല, അവർക്ക് രാത്രി കഴിക്കൂ തലവേദന ഉണ്ടെങ്കിൽ ചെയ്ത് വന്ന. അങ്ങനെ ചെയ്ത് അവിടുന്ന് ചെയ്യുമ്പോ പോയപാട് ഒരു 160 ഒക്കെ ഉണ്ടാവും. പിന്നെ കുറഞ്ഞ് ഓട്ടോമാറ്റിക് 110 120 എല്ലാം എനിക്ക് തന്നെ തിരിയും. അപ്പൊ ഇത് ധ്യാനം ചെയ്യുന്നോണ്ടായിരിക്കും എനിക്ക് ഓട്ടോമാറ്റിക് പോന്നെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ധ്യാനം ചെയ്യുന്നോണ്ടായിരിക്കും എനിക്ക് മാറ്റം. ശ്വാസം മുട്ടലെല്ലാം കുറയുന്നുണ്ട്. അത്ര ഞാൻ അനുഭവിച്ചു. ചുമ കൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞ ഞാൻ കരയെ വരെ രാത്രി എല്ലാരും ഉറങ്ങുമ്പോ ഞാൻ എണീച്ചിരിക്കും. കാരണം ഒരു കോപ്പ് കവലുണ്ടാവും എന്റെ പ്ലാസ്റ്റിക് ഡബയില്. രാവിലെ കൊണ്ടേ മറിക്കും ഞാൻ. ഈ ധ്യാനം ചെയ്ത ശേഷം തണുത്ത കുടിക്കാൻ പറ്റില്ല. ഒരു ചായ കുടിച്ച പാൽ ചായ പറ്റൂല, അപ്പൊക്കെ കവക്കെട്ട് വരും. ഒരു ഐസ്ക്രീം കുടിക്കാൻ പറ്റില്ല, ഒരു ജ്യൂസ് കുടിക്കാം. ഈ ധ്യാനം ചെയ്തിട്ട് എല്ലാം കുടിക്കും. ഞാൻ പറയും, അപ്പൊ അമ്മ പറയും, എനിക്ക് പറ്റോ ചായ? ഞാൻ പറയും, എനിക്ക് പേടിയില്ല, ധ്യാനം ചെയ്യുന്നുണ്ടെന്ന്. ഏടെപ്പോലെ ഐസ്ക്രീം കുടിക്കൂ, എന്ത് ജ്യൂസായാലും കുടിക്കൂ, പേടിയില്ല. എന്തിന് ഞാൻ പറയാം, എനിക്ക് പേടിയില്ല, എനിക്ക് ധൈര്യമാണ്, എനിക്ക് സുഖാവുന്ന ഉറപ്പുണ്ട്. അങ്ങനെ എനിക്ക് കുറെ മാറ്റം വന്നിന്. BP എല്ലാം നോർമലാന്നുണ്ട് ഇപ്പൊ. എന്ത് വെയിറ്റ് കൂടുതൽ ഉണ്ടായാലും ഞാൻ കുറച്ചിട്ട് അവരോട് പറയൂ, നോർമലായിട്ട് പറയൂ. അവര് സത്യം പറഞ്ഞ കലമ്പൂ. മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് ഇതൊക്കെ വിശ്വസിക്കൂല. അപ്പൊ ഈ വെജിറ്റേറിയൻ ആയെന്ന് വെച്ചാൽ അന്നെ ഞാൻ ഡിസംബർ ചെയ്യാൻ തുടങ്ങിയ വെജിറ്റേറിയൻ ആയി. എനിക്ക് തോന്നുന്നില്ല. സീമ മേഡം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അതില് പൂർ വെജിറ്റേറിയൻ ആവണം. അപ്പൊ എനിക്ക് എന്നെ തോന്നി. അന്നെന്തോ എന്റെ ഏച്ചിന്റെ മോളെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിന്. അന്നെ ഞാൻ ബിരിയാണി ലാസ്റ്റ് തിന്നെ, പിന്നെ തിന്നിട്ടില്ല. മീന് തൊട്ട് നോക്കിട്ടില്ല. വീട്ടില് ചിക്കനൊക്കെ കൊണ്ടുവരും, എന്നാൽ ഞാൻ നോക്കൂല. അപ്പൊ ഇവരെല്ലാം പറഞ്ഞു, നിനക്ക് കയ്യോ ആവല് കൊണ്ട് അച്ഛക്ക് മത്സ്യത്തൊഴിലാളിയാണ്. അപ്പൊ നിനക്ക് കയ്യോ ആവലെല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കും, എനിക്ക് കൂട്ടണം തോന്നുന്നില്ല. അപ്പൊ ഇവര് എന്തെങ്കിലും ചിക്കൻ ബിരിയാണി വെക്കുമ്പോ എനിക്ക് പച്ചക്കറി ബിരിയാണി വേറെ വെച്ചിരും. ഞാൻ തൊടും, ഞാൻ എന്റെ മുമ്പിൽ തന്നെ ഇവരിയ്ക്കും, എന്നാലും എനിക്ക് തോന്നാറില്ല.
ധ്യാനത്തിൽ വന്ന് എനിക്ക് തന്നെ തിരിയുന്നില്ല. എനിക്ക് എന്റെ തടിന്ന് എന്തോ പോയ പോലെ ഉണ്ട്. നല്ല എനർജിയാണ്, പോസിറ്റീവ്. ഞാൻ 3 മണിക്ക് ഇത് ബ്രഹ്മമുഹൂർത്തത്തിൽ 3 മണിക്ക് എണീക്കും എല്ലാവരും വെച്ചിട്ട്. ആ സമയത്ത് എനിക്ക് ഉറക്കം കിട്ടും. അപ്പൊ എല്ലാരും പറയും സുഖമില്ലാത്തില്ല, ക്ഷീണം വരൂലേ, ഉറക്കം ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞ അയ്യോ എനിക്കൊരു ക്ഷീണവും, എനിക്ക് നല്ല എനർജിയാണ്. ഞാൻ ചെയ്യുന്നവരെല്ലാം ഞാൻ എന്റെ ഡയലസിസ് ചെയ്യുന്നവരെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ ഇങ്ങനെ ധ്യാനം ഉണ്ട്. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. സീമെടുത്തൊക്കെ കലമ്പി അവര് ഫോണിൽ വെറുതെ. ഞാൻ പറയോ ഫോണിന്റെ അല്ല, അത് എത്രയോ ആൾക്കാർ അനുഭവം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് BMCയിൽ. നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ നമ്മൾ ചെയ്യുന്നവരെ പുച്ഛിക്കണ്ട. ഞാൻ കുറെ പറഞ്ഞ് കലമ്പി. ഞാൻ മീൻകൂട്ടത്തിന് കുറെ കാൽസ്യം കുറയും, മെലിയോ. അത് ഞാൻ മെലിയിട്ട് തന്നെയാണ്. അതില് മെലിയന് തടിയൊന്നുമില്ല. നമുക്ക് ധ്യാനത്തിന് മീനെ കട്ടും വരുന്ന ധ്യാനം ഞാൻ പറഞ്ഞു. ഇപ്പൊ അവര് പറയലില്ല, മൈൻഡാക്കലില്ല. ഞാൻ ഇപ്പൊ 8 മാസമായിട്ട് മീൻ കൂട്ടാത്ത അങ്ങനെ ചെയ്യാനൊക്കെ ഞാൻ നിർത്തി. സീമടുത്ത് എന്തോ പറഞ്ഞപ്പോ എനിക്ക് നല്ല ദേഷ്യം വന്ന്. അപ്പൊ ഞാൻ പറ അവര് വെറുതെ വായിട്ട് ഞാൻ പറ അയ്യോ അതൊന്നും പറയണ്ട, അവരെ അനുഭവം നമ്മളോട് പറഞ്ഞത് നമ്മൾ കേട്ടിന് ശരിക്കും. ഫോണില് എത്രയോ ജനങ്ങള് തെക്കിട്ടുള്ളവരാണ് അധികം കൂടുതൽ മെഡിറ്റേഷൻ ചെയ്തിട്ട് അനുഭവം പറയുന്നത്. അത് ഞാൻ ഫോണിൽ ശരിക്കും കേട്ടിന്. ഞാൻ വീട്ടുകാരോട് ഞാൻ സംഭവം പറഞ്ഞു, അമ്മനോടല്ല. പക്ഷെ അമ്മക്കൊന്നും കേൾക്കുന്നുണ്ട്. പിന്നെ അനിയത്തിനോട് ഇവളിപ്പോ കൊറേ ടയർഡായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി വന്ന ശേഷം ഇവൾക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ് എണീക്കാൻ തുടങ്ങി. 3 മണിക്കുള്ള ബ്രഹ്മമുഹൂർത്തം ചെയ്യാൻ തുടങ്ങി. എണീച്ച് ചെയ്യും. എന്നെക്കാട്ട് മുമ്പ് എണീക്കൂ പല്ലിയേക്കാനല്ലോ. അങ്ങനെ ചെയ്ത് എണീക്കൂ. ഇപ്പൊ എണീക്കുന്നുണ്ട് നമ്മുടെ 3 മണിക്ക് എണീക്കും. എല്ലാരും വെച്ചാലും എല്ലാത്തിനും മുമ്പ് എനിക്ക് ഉറക്കം കിട്ടു. 3 മണിയാവുമ്പോ ഇത് ചെയ്യാൻ വേണ്ടി ചെയ്യൂ. ഞാൻ 6 മണി വരെ ചെയ്യും. ഡയാലിസിസ് ഉള്ള ദിവസം പിന്നെ അന്നത്തെ ഉറങ്ങൂല. 6 മണിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യൂ. അപ്പൊ നല്ല എനർജിയാണ്. അത് ഇല്ലാത്ത ദിവസം 6 മണിക്ക് കഴിഞ്ഞാൽ ഉറങ്ങും. ബാത്റൂമിൽ പോയിട്ട് കുറച്ച് കിടന്നുറങ്ങും. കിടക്കുമ്പോ ഒരു ക്ഷീണം പോലെ എണീക്കുമ്പോ എനർജി പോകുന്നവർ. അപ്പൊ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാക്കുമ്പോ എനർജിയാണ്. ഉറങ്ങാണ്ടിരിക്കുമ്പോ എനർജിയാണ്. ഞാൻ എല്ലാവരും ഞാൻ പറയും നല്ലതാണ് ഇത്. പക്ഷെ ആരും വിശ്വസിക്കില്ല. ഇല്ല, വിശ്വസിക്കും. ഇപ്പൊ മേഡത്തിന്റെ ഈ മാറ്റം അവരുടെ ഉള്ളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ല. ചിലർക്ക് മീൻ കൂട്ടാൻ പറ്റില്ല, ഉറക്കം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ മീനും ഇറച്ചിയും കൂട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന കാരണമാണ് പലരും ഇതിനെ മൈൻഡ് ചെയ്യാത്ത. പക്ഷെ എല്ലാവരും വരും. മേഡത്തിന്റെ ഈ വീഡിയോ തന്നെ ഒരുപാട് പേരിൽ മാറ്റം വരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് പിന്നെ അപ്പൊ എനിക്ക് കുറെ മാറ്റമുണ്ട്. എനിക്കെന്ന് വെച്ചാൽ ആദ്യം ഈ ധ്യാനത്തിൽ വരുന്ന മുമ്പേ 2 ദിവസം എല്ലാം ഒരു അസ്വസ്ഥ ഇതെല്ലാന്ന് വയറ് സംഭവം പോലെ ഉണ്ടാവും. ചെയ്യാൻ പോലെ അസ്വസ്ഥ, കാല് പിടിക്കും, അങ്ങനെ ഇങ്ങനെ എല്ലാ അസ്വസ്ഥയുണ്ട്. തലവേന, ഈ വെയിറ്റ് കൂട്ടി വെക്കുമ്പോൾ. ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൽ വന്ന ശേഷം എനിക്ക് ഒന്നുമില്ല. പല്ലുവേദന കുറെ അടച്ച് പല്ല് ഡോക്ടർ കാണിച്ച് കുറും പല്ലുവേദനയാണ്. ഗുളിക കഴിക്കും. ഇപ്പൊ ആ ഗുളിക ഒന്നും കഴിക്കലില്ല പല്ലുവേദന. ഇവിടെ ഒരു ഇതുപോലെ ഉണ്ട്, മൊയ പോലെ ഒക്കെ കാണിച്ചു ഡോക്ടർ. അപ്പൊ വേദന കൊണ്ട് ചവക്കുമ്പോ എല്ലാം വേദന. അപ്പൊ ഞാൻ ഒരിക്കൽ ഡോക്ടർ കാണിക്കാൻ പോയി ഡയാലിസിസ് കഴിഞ്ഞിട്ട്. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞ് വേദന ഗുളിക തന്ന്. ഗുളിക കഴിച്ചപ്പോ എന്നോട് കീറാന്ന് പറഞ്ഞു. പൊന്തിയിട്ടുണ്ടായിന്. അപ്പൊ ഞാൻ അന്നേരം ധ്യാനം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ധ്യാനം ചെയ്യുമ്പോ അത് ഓട്ടോമാറ്റിക് പിറ്റേ ഞാൻ വെറുതെ നോക്കി, വേദനയുമില്ല, കാണുന്നുമില്ല. ഇവരുടെ ഞാൻ പറഞ്ഞു ഒരു മൊയ പോലെ ഉണ്ട്. ഇനി എന്നോട് കീറാന്ന് പറഞ്ഞു ഡോക്ടർ. ആ മൊയ പോലും അതും പോലും കാണുന്നില്ല. അസ്വസ്ഥ ഭയങ്കര ഇതാണ്. അപ്പൊ ഞാൻ എല്ലാവരും പറയോ ഇത് നമ്മൾ അറിയാത്തോണ്ടല്ലേ ഇത്രയും കൊല്ലോ 12 വർഷത്തിന് മുമ്പ് എനിക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രോഗം വരൂല. ഇനി മാഡത്തിന് പറ്റും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കലുണ്ട്. സ്കൂള് കുട്ടികൾക്കും ഒക്കെ പഠിപ്പിച്ചു. എന്റെ അനിയത്തിക്ക് ഒരു മോളുണ്ടായി. അപ്പൊ ഒരു 2 ദിവസം ഇരിക്കൂ. അന്നേരം പറയൂ ഇത് സന്ധ്യമ്മ എനിക്ക് ഷോൾഡർ വേണ്ടക്കുന്നു, ഉറക്ക് വരുന്നു. ഞാൻ പറഞ്ഞു മോളെ ഇല്ലാതെ പറ്റൂ, മോക്ക് നല്ല ബുദ്ധി കിട്ടും, പഠിക്കാം. 2 ദിവസം ചെയ്തു. പിന്നെ മടി പിടിച്ച് ഞാൻ കുറച്ച് വണ്ണം വെക്കട്ട് അല്ലെ, കളിക്കേണ്ട ചിന്തയാണ്. അപ്പൊ ഞാൻ മോള് ചെയ്തിട്ട് പഠിച്ചോന്ന് പറഞ്ഞു. ചെയ്തിട്ട് പഠിച്ചോന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇരിക്കുന്നില്ല, മടിയായി. അതെ അതെ, എല്ലാം വരും. മാഡത്തിന് ഇനിയും ശക്തി കൂടുമ്പോ, മാഡത്തിൽ ഇനിയും മാറ്റം വരുമ്പോ ഇനി ഒരുപാട് പേര് ഇത് തിരിച്ചറിയും. താങ്ക് യു കേട്ടോ സന്ധ്യ മാഡം. സുഭാഷ് ചാനലിൽ എന്റെ ഹൃദയം നന്ദി. താങ്ക് യു. ഇവിടെ ഉള്ളോണ്ടല്ലേ ഇതിൽ അറിഞ്ഞ, നമ്മൾ അറിയില്ലല്ലോ. ഇനി മാഡം ഡ്യൂട്ടി ഏറ്റെടുക്കുക, എല്ലാവരോടും പറയൂ. അറിയുന്ന പറയണ്ടേ. പക്ഷെ അവര് ചിലവര് കഴിയുന്നില്ല, അങ്ങനെയൊക്കെ പറയും. എന്നാലും നമ്മള് പറയാ അവരുടെ സമയമായി അവർ വരും. കേട്ടമ്മ. താങ്ക് യു. യെസ് യെസ്.